I now invite Shri A.P. Anil Kumar, Minister Designate, to take the oath of office and oath of secrecy. അടുത്തതായി എത്തുന്നത് A.P. അനിൽകുമാറാണ്. നേരത്തെ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള മുൻ മന്ത്രി എന്ന നിലയിലുള്ള അനുഭവ സമ്പത്തുമായി ഒരിക്കൽ കൂടി A.P. അനിൽകുമാർ മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ മന്ത്രിസഭയിലും വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ആരുടെയൊക്കെ അനുഭാവികൾക്കാണ് പിന്തുണ കൂടുതൽ ലഭിച്ചിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളടക്കം പുറത്തു വരുമ്പോൾ അവിടെ ഉയർന്നു വന്നിരുന്ന പേരുകളിൽ ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിൻ്റെതാണ്. കെ സി വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത അനുയായി A.P. അനിൽകുമാർ. A.P. അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. A.P. അനിൽകുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 2004-2006 കാലഘട്ടം, 2011 മുതൽ 2016 വരെ മന്ത്രിസഭകളിൽ അംഗമായിട്ടുള്ള A.P. അനിൽകുമാർ ഇത് 3ാം തവണയാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. മലപ്പുറത്ത് നിന്നുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ നേതാവ്, തുടർച്ചയായി വിജയങ്ങൾ നേടുന്ന നേതാവ്, വണ്ടൂരിൽ നിന്ന് 6 തവണ തോൽവിയറിയാതെ വിജയിച്ചു കയറുന്ന നേതാവ്, അങ്ങനെയുള്ള അനിൽകുമാറാണ് ഇത്തവണ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. വണ്ടൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇത്തവണ മന്ത്രി കസേരയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. A.P. അനിൽകുമാർ ഇതാ മന്ത്രിയായി ചുമതല ഏൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. അങ്ങനെ ഏറ്റവും മികച്ച അനുഭവ സമ്പത്തുള്ള നേതാക്കളിൽ മന്ത്രി കസേരയിലും കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഈ മന്ത്രിസഭയിലെ മറ്റൊരംഗമായി A.P. അനിൽകുമാർ കൂടി എത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.